ജൂൺ 21 ഇന്നേ അപ്പൂൻ്റെ ബർത്ത്ഡേ ആട്ടോ. ഹാപ്പി ബർത്ത്ഡേ അപ്പൂസേ. അപ്പോൾ എല്ലാവരും അപ്പൂനെ വിഷ് ചെയ്യണേ. പോസിറ്റീവാ തേങ്ങ പോസിറ്റീവാ ഈ ഫോട്ടോസൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെയൊക്കെ മുന്നുള്ള ഫോട്ടോസാട്ടോ. അപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുള്ള ഇനിയും അതിൻ്റെ മുന്നുള്ള ഇനിയും തിരിച്ചറിയാമല്ലോ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഇട്ടതാട്ടോ. അപ്പോൾ സാൻവിക്ക് ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് കേട്ടോ. അപ്പം പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ തീരെ ഹാപ്പി അല്ലേ. ഇനി സത്യം പറയാം, എനിക്ക് പേടിയാണ് മോളെ എങ്ങനെ നോക്കും, ഇനി വരുന്ന വാവേനെ ഞാൻ എങ്ങനെ നോക്കുന്നു, അതൊക്കെ ആലോചിച്ചിട്ട് വെറുതെയുള്ള ടെൻഷൻ. പിന്നെ ഈ ഒരു വീഡിയോസ് എടുക്കുമ്പോൾ ഞങ്ങളൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിപ്സും വീഡിയോസൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു വീഡിയോ ആക്കി എടുത്താട്ടോ ഞങ്ങൾ. അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. പോരാത്തതിന് എനിക്ക് ചുമയും കൂടി ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു വോയിസ് ഓവറിൻ്റെ കൂടെ എൻ്റെ ചുമയും കൂടി കേൾക്കട്ടോ. അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാനൊക്കെ ഉള്ള സമയം പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ നല്ല ഹാപ്പി ആയിട്ടേനി കേട്ടോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകാൻ പോയത്. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഗോകുലമാളിൽ പോയി കറങ്ങിയിട്ടൊക്കെ ആട്ടോ ഞാൻ അഡ്മിറ്റ് ആകാൻ പോയത്. എനിക്കങ്ങനെ പോകണമെന്ന് എൻ്റെ ആഗ്രഹം. ഒരിക്കലും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകില്ലെന്ന് ഞാൻ വിചാരിച്ചതേയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. പിന്നെ ഈ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. എനിക്കൊരു മോളുണ്ട്, എനിക്ക് അടുത്തതൊരു മോനാവണം, എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ പറയുമ്പോൾ അമ്മ മോളെ വെച്ച് പറയാം എനിക്ക് മോനേക്കും. പക്ഷെ ഞാൻ അവരോടൊരു ഇത് ഗേളായിരിക്കും. ഞാൻ വെറുതെ ആശിക്കുന്നില്ല, കാരണം എൻ്റെ അവിടെയൊക്കെ ഗേൾസ് ആണല്ലോ. അതുകൊണ്ട് ഇതും ഗേളായിരിക്കും. അതുകൊണ്ട് ഗേളാണെങ്കിൽ ഞാൻ അപ്പൂന്നാട്ടോ വിളിക്കുകയെന്ന്. അങ്ങനെ ഡെലിവറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. പുറമേ ടെൻഷനൊന്നും കാണിച്ചില്ലെങ്കിലും ഉള്ളോട്ട് എത്തിയപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ കേട്ടോ. അപ്പോൾ ഡോക്ടറിന് ഒന്നും പേടിക്കണ്ട, കണ്ണടച്ച് കിടന്നോട്ടോ, വാവ വരുമ്പോൾ ഞങ്ങൾ വിളിക്കാമെന്ന്. അങ്ങനെ ഞാൻ കണ്ണടച്ച് കിടന്ന് ഞാൻ മയങ്ങിപ്പോയി. പിന്നെ ഡോക്ടറിനെ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം എന്നോട് പറഞ്ഞ് വാവ വന്നിട്ടോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് ബേബിയാന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ബേബി ബോയ് ആണ്, ഇപ്പോൾ ഗോൾഡിനൊക്കെ എന്താ അല്ലേ വില എന്ന്. അപ്പോൾ എനിക്ക് ചിരിയും വന്ന് കൂടാതെ സങ്കടവും വന്ന്. ഞാൻ അത്രയും ആശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മോൻ ഉണ്ടാവണേന്ന്. അങ്ങനെ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ ഒരു മോനെ കിട്ടി, ഒരു മോളെയും കിട്ടി. പിന്നെ എന്താ പറയുക, എനിക്കിങ്ങനെ അയ്യോ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്ത് നടക്കുന്നത്, ഓരൊക്കെ മനസ്സിൽ എന്തൊക്കെയും ഇപ്പോൾ വാവ വന്നപ്പോൾ ഉള്ള അതൊക്കെ എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു വേഗം ഈ ICU നിന്ന് പിറ്റേന്ന് വേഗം റൂമിലേക്ക് ആക്കിയാൽ മതിയേനി എന്നുള്ള ആ ഒരു ചിന്തയിനിട്ട് അത് കഴിഞ്ഞേരെ. പിന്നെ എന്താ പറയുക, ഞാൻ എന്നെ ICUലേക്ക് ആക്കുമ്പോൾ ഉണ്ണിമോള് ചേർന്ന് സാൻവി ഭയങ്കര കരച്ചിലേനി. അത് വാവ വന്ന സമയത്ത് മനു ഭയങ്കരമായിട്ട് സന്തോഷിച്ച്, കാരണം ഓൻ്റെ കൂടെ കളിക്കാനൊരു ബോയ് വന്നതല്ലേ എന്നുള്ളതിൽ. അപ്പോൾ സാൻവീൻ്റെ മനസ്സിലേക്ക് ഈ വാവേനെയും മനുട്ടാട്ടം കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ആരുണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത വന്നുകൂടി. പക്ഷേ അത് വെറുതെ ഇനിട്ടോ, കാരണം പിന്നെ അങ്ങോട്ട് ഫുൾ ഓളേനി ഓൻ്റെ കൂടെ. ഓനെ ഉറക്കാനായാലും ഡ്രസ്സ് ഇടിക്കാനായാലും ഒക്കെ എൻ്റെ കൂടെ എൻ്റെ മോളുണ്ടേനി. അതന്നെ വലിയൊരു സന്തോഷം.